ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് കേൾക്കുമ്പോൾ ഞാനിവിടെ ചെയ്തു കാണിക്കുന്ന സ്റ്റെപ്സ് കൃത്യമായി നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി വളരെ കുറച്ച് സമയം കൊണ്ട് ലാബിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ? ഞാൻ ക്ലാസ് തുടങ്ങട്ടെ. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഡിസൈൻ ഫാക്ടറി. ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റിയാണ് ഞാൻ ഇന്ന് ചെയ്തു കാണിക്കുന്നത്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യണം. ഇതാണ് ബുക്കിൽ തന്നിരിക്കുന്ന പോസ്റ്റർ. വളരെ ഈസിയായി ഈ പോസ്റ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. ഞാനിത് ഡിസൈൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ. കൈറ്റ് GNU ലിനക്സ് ബേസ്ഡ് ഓൺ ഉബുണ്ടു 22.04. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ സ്ക്രീനിൻ്റെ താഴെ 9 ഡോട്ടുള്ള ഒരു സ്ക്വയർ സിമ്പൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഷോ ആപ്ലിക്കേഷൻസ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മൗസ് പോയിൻ്റർ ഉള്ള സ്ഥലത്ത് നോക്കിയാലേ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഷോ ആപ്ലിക്കേഷൻസ് എന്ന ഓപ്ഷൻ കണ്ടല്ലോ. ഞാൻ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്ക്രീനിൻ്റെ ടോപ്പിൽ ടൈപ്പ് ടു സെർച്ച് എന്ന ഒരു ബോക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിൽ ഞാൻ ഇങ്ക് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഇതാ ഇവിടെ ഇങ്ക്സ്കേപ്പിൻ്റെ ഐക്കൺ നമുക്ക് കാണാൻ കഴിയും. ഞാനിത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ഫസ്റ്റ് സ്ക്രീൻ. ഈ സ്ക്രീനിൽ നിന്ന് ഞാൻ ന്യൂ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ക്യാൻവാസിൻ്റെ ബോർഡറാണ്. ഈ ബോർഡർ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. അതിനുവേണ്ടി ഈ ഫയൽ എന്ന മെനുവിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ. ഇവിടെ ഇതിൻ്റെ താഴെ ബോർഡർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ ഷോ പേജ് ബോർഡർ ഇത് ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ക്യാൻവാസിൻ്റെ ബോർഡർ സ്ക്രീനിൽ കാണുന്നത്. ഞാനിതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ ബോർഡർ ഹൈഡാവും. അപ്പോൾ നിങ്ങൾക്ക് ബോർഡർ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയാൽ മതി. ഓക്കെ. ഇനി ഈ ക്യാൻവാസിൻ്റെ സൈസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. 300 mm വിഡ്ത്ത് വേണം. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം സൈസ് കാണാൻ പറ്റും. അതിൻ്റെ താഴെ വിഡ്ത്ത് ഇവിടെ ഞാൻ 300 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അതുപോലെ ഹൈറ്റ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് 350 mm ആണ്. ഞാനിവിടെ 350 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. ഇതിൻ്റെ യൂണിറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആണ്. ഇത് നിങ്ങളെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. യൂണിറ്റ്സ് മാറ്റാം, വിഡ്ത്ത് മാറ്റാം, അതുപോലെ ഹൈറ്റും മാറ്റാം. ഇനി നിങ്ങൾക്ക് അറിയുന്ന പേപ്പർ സൈസ് ആണെങ്കിൽ അതിവിടെ കൊടുക്കാൻ പറ്റും. പേജ് സൈസ് A4 ഉണ്ട്, US ലെറ്റർ ഉണ്ട്, US ലീഗൽ ഉണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ
തന്ന കസ്റ്റം സൈസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. വിഡ്ത്ത് 300 mm, ഹൈറ്റ് 350 mm. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്. ഓക്കെ. പോർട്രേറ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സ്ക്രീന് ഇതേപോലെ വേർട്ടിക്കലായിട്ട് ഡിസ്പ്ലേ ചെയ്യും. കാണുന്നുണ്ടല്ലോ, ക്യാൻവാസ് വേർട്ടിക്കലായിട്ട് ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ പോർട്രേറ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ. ഇനി ലാൻഡ്സ്കേപ്പ് എന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, സ്ക്രീന് ഹൊറിസോണ്ടലായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ. ഇത്ര വരെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. തന്നിരിക്കുന്ന പോസ്റ്റർ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്, സേ നോ ടു വാർ. ഈ മെസ്സേജാണ് ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇതിൽ സേ നോ എന്നത് പേർപ്പിൾ കളറിൽ ഫസ്റ്റ് റോയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ വൈറ്റ് കളറിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 2 എന്ന് എഴുതിയതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വാർ എന്നത് യെല്ലോ കളറിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഈ ഭാഗം ആദ്യം ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിന് നമുക്ക് ആവശ്യമുള്ള ടൂൾ എടുക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എല്ലാ ടൂൾസും കാണാൻ കഴിയും. നമുക്ക് ടെക്സ്റ്റ് എഴുതാൻ വേണ്ടി ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്ട്സ് എന്ന ടൂളാണ് ആവശ്യം. അതിൻ്റെ ഷോർട്ട് കട്ടാണ് T. അപ്പോൾ ഞാൻ ഈ ടൂള് സെലക്ട് ചെയ്തു. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു കൊടുത്തു. ഇതിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫോണ്ട് കാണാൻ കഴിയും. ഇവിടെ ഞാൻ യു എന്ന് ടൈപ്പ് ചെയ്താൽ യുവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഫോൺസും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഉബണ്ടു കണ്ടൻസ്ഡ് എന്നുള്ള ഫോണ്ടാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ യുവിന് പകരം എൻ എന്ന് ടൈപ്പ് ചെയ്താൽ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഫോണ്ടും ഇവിടെ കാണിക്കും. ഞാൻ ഇതിൽ നിന്ന് നിംബസ് റോമൻ എന്ന ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ബോക്സിൽ സ്റ്റൈല് തന്നിട്ടുണ്ട്. സാധാരണ സ്റ്റൈൽ മതിയെങ്കിൽ നോർമൽ എന്ന് കൊടുക്കാം. ഇറ്റാലിക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക് എന്ന് കൊടുക്കാം. ബോൾഡ് സ്റ്റൈൽ വേണമെങ്കിൽ ബോൾഡ് എന്ന് കൊടുക്കാം. അല്ല ബോൾഡും ഇറ്റാലിക്കും വേണമെങ്കിൽ ബോൾഡ് ഇറ്റാലിക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ ബോൾഡ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്ത ബോക്സിൽ സൈസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 40 എന്നുള്ള സൈസ് സെലക്ട് ചെയ്യുന്നു. ഈ സൈസ് നമുക്ക് പിന്നെയും മാറ്റാം. ഓക്കെ. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. സേ നോ. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് വേണ്ടത്. ഇവിടെ ക്യാപ്സ് ലോക്ക് കീ ഓണാക്കി സേ നോ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി എനിക്കിതിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതാക്കണം. അതിന് വേണ്ടി ഞാൻ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യാണ്. ടൂൾ ബോക്സിലുള്ള ഫസ്റ്റ് ടൂളാണ് സെലക്ഷൻ ടൂൾ. അത് സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ ഏറോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ വലിപ്പം കൂട്ടാൻ കഴിയും. ഹൈറ്റ് വിഡ്ത്ത് ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റാം. ഓക്കെ. ഇനി ഇത് നമുക്ക് പേർപ്പിൾ കളറിലാണ് വേണ്ടത്. ഇപ്പോൾ സ്ക്രീനിൻ്റെ താഴെ കളർ പാലറ്റ് കാണാൻ കഴിയും. ഇതാണ് കളർ പാലറ്റ്. ഈ കളർ പാലറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കളറ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു.
ഓക്കെ. ഇനി ഈ ബോക്സിൻ്റെ ഏകദേശം ഇവിടെ നടുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കുറച്ച് മേലോട്ട് മാറ്റി വെക്കുകയാണ്. സേ നോ എന്നുള്ളത് റെഡിയായി. ഇനി അടുത്തത് 2 എന്നുള്ളതാണ് വേണ്ടത്. അതിനാദ്യം ഞാനൊരു റെക്റ്റാങ്കുലർ ബോക്സ് വരക്കുകയാണ്. അതിനുവേണ്ടി ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഷോർട്ട് കട്ട് 6 ആണ്. നമുക്ക് ആവശ്യം ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് ബ്ലൂ. ഇത് സെലക്ട് ചെയ്തു. ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിലാണ് എനിക്ക് 2 എന്ന് എഴുതേണ്ടത്. ഞാൻ വീണ്ടും ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ടെക്സ്റ്റ് ബോക്സ് വരച്ചു. ഓക്കെ. ഇവിടെ ഞാൻ 2 എന്ന് എഴുതുകയാണ്. 2. ഓക്കെ. ഇതിപ്പോൾ ബ്ലാക്ക് കളറിലാണ്. അതിൻ്റെ കളറ് മാറ്റാൻ വേണ്ടി വീണ്ടും സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്തു. വൈറ്റ് കളറ് സെലക്ട് ചെയ്തു. ഇതിൻ്റെ സൈസ് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. ഹൈറ്റ് വിഡ്ത്ത് രണ്ടും ഇൻക്രീസ് ചെയ്യാം. ഞാനിതിനെ ഏകദേശം ഒരു നടുക്ക് വെച്ചു. റെക്റ്റാങ്കുലർ ബോക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതാ ഈ ഏറോയിൽ ക്ലിക്ക് ചെയ്ത് മെല്ലന നമുക്ക് ഹൈറ്റ് വിഡ്ത്ത് രണ്ടും മാറ്റാൻ പറ്റും. 2 സൈഡിൽ നിന്ന് ഞാൻ മാറ്റി. ഇതേപോലെ ടോപ്പിൽ നിന്ന് ഞാൻ മാറ്റി. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം മൗസ്. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും മാറി. ഓക്കെ. ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്നുള്ളൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു നമ്മൾ. അതിൻ്റെ ഉള്ളിൽ 2 എന്നുള്ള ഒരു ടെക്സ്റ്റ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. 2 ഓബ്ജക്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ആ റെക്റ്റാങ്കിൾ മൂവ് ചെയ്താൽ അത് ഇൻഡിവിജ്വലായിട്ട് മൂവ് ആവും. 2 എന്നുള്ളത് മൂവ് ചെയ്താൽ ആ 2 എന്നുള്ള ടെക്സ്റ്റ് മാത്രം മൂവ് ചെയ്യും. നമുക്കത് രണ്ടും കൂടെ കൂട്ടി ഒരു ഗ്രൂപ്പാക്കി മാറ്റണം. ഓക്കെ. അതിനു വേണ്ടി വീണ്ടും സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ പുറത്തു കൂടെ വേറൊരു വലിയ റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. അതിനെ കവർ ചെയ്തിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ലൈറ്റ് ബ്ലൂ റെക്റ്റാങ്കിൾ സെലക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് കളർ ടെക്സ്റ്റും സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാനിവിടെ മെനുവിൽ നിന്ന് ഓബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പായിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാനിതെടുത്ത് ഇതിൻ്റെ മേലെ കൊണ്ടുവെക്കുവാണ്. ഓക്കെ. നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന ഡിസൈൻ ഒന്നും കൂടെ നോക്കാം. ഇവിടെ സേ നോ, അതിൻ്റെ താഴെ 2 അത് കവർ ചെയ്തിട്ട് തന്നെയാണുള്ളത്. 2 എന്നുള്ളത് വൈൻ്റെയും എന്നിൻ്റെയും മേലെയായിട്ടാണുള്ളത്. ഓക്കെ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് താത്തി കൊടുക്കാം. ഓക്കെ. യെസ്, ഇതേപോലെയാണ് തന്നിരിക്കുന്ന മോഡലിലുള്ളത്. ഓക്കെ. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് വാർന്ന് ഉള്ള ടെക്സ്റ്റ് വേണം. ഓക്കെ. വീണ്ടും ഞാൻ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തു. ഇതാ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് വരച്ചു കൊടുത്തു. ഇവിടുന്ന് ഞാൻ ഫോണ്ട് മാറ്റുകയാണ്. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത നിംബസ് റോമൻ ഇത് സെലക്ട് ചെയ്തു. സ്റ്റൈല് ബോൾഡ് എന്ന് സെലക്ട് ചെയ്തു. സൈസ് തൽക്കാലത്തേക്ക് ഞാൻ 40 എന്ന് സെലക്ട് ചെയ്തു. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ ഞാൻ വാർന്ന് എഴുതുകയാണ്. ഇതെനിക്ക് യെല്ലോ കളറിലാണ് വേണ്ടത്. വാർന്നുള്ളത് എനിക്ക് യെല്ലോ കളറിലാണ് വേണ്ടത്. യെല്ലോ കളർ സെലക്ട് ചെയ്തു. വീണ്ടും സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തു. ഇത് സെലക്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഞാൻ വലുതാക്കുകയാണ്. ഇതിൻ്റെ സൈസ് വലുതാക്കി. വാർന്നിവിടെ നിങ്ങൾക്ക് വലിയ ക്യാരക്ടറിൽ കാണാൻ കഴിയും. ഇതിൻ്റെ
സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തു. ഒത്ത സെൻറ്ററിൽ വേണമെന്നില്ല, അതിൻ്റെ നടുക്ക് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതാ ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ WA ഇത് രണ്ടും 2ൻ്റെ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ മേലെയാണുള്ളത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പോസ്റ്ററിൽ WA ആ റെക്റ്റാങ്കിളിൻ്റെ താഴെയായിരിക്കണം. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇതേപോലെയാണോ? ആ 2 ആണ് മേലെ വരേണ്ടത്, അതിൻ്റെ പിന്നിലാണ് ബാക്കിയുള്ള വേർഡ്സ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എന്ത് വേണം, നമ്മളെ ഈ ഡിസൈൻ ചെയ്ത സ്ക്രീനിൽ നിന്ന് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. വാർ എന്നുള്ള ടെക്സ്റ്റ് ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഓബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ലോവർ ടു ബോട്ടം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 എന്നുള്ള ബോക്സ് ഈ രണ്ട് ടെക്സ്റ്റിൻ്റെയും മേലെ വന്നു. സേ നോയിൻ്റെയും അതുപോലെ വാർ എന്നുള്ളതും അത് രണ്ടിൻ്റെയും മേലെ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മോഡൽ. ഓക്കെ, ഇനി ഇവിടെ 3 ഓബ്ജക്റ്റ് ഉണ്ട്. സേ നോ എന്നുള്ളൊരു ടെക്സ്റ്റ് ഓബ്ജക്റ്റ്, 2 എന്നുള്ളൊരു ഓബ്ജക്റ്റ്, വാർ എന്നുള്ള ഒരു ഓബ്ജക്റ്റ്. ഈ 3ഉം കൂട്ടി ഒരു സിംഗിൾ ഓബ്ജക്റ്റാക്കി മാറ്റണം. ഓക്കെ, അതിനുവേണ്ടി വീണ്ടും സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ 3 ഓബ്ജക്റ്റും കവർ ചെയ്യുന്ന വിധത്തിൽ ഒരു വലിയ ബോക്സ് വരച്ചു കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഓബ്ജക്റ്റ് ഗ്രൂപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് 3ഉം കൂടെ ജോയിൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് ഞാൻ കുറക്കുവാണ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഞാൻ കുറച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ മെസ്സേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്തതായി ഈ പോസ്റ്റിൽ വേണ്ടത് ഒരു എംബ്ലമാണ്. ഒലീവലയും കൊത്തിപ്പറക്കുന്ന ഒരു വെളുത്ത പ്രാവിൻ്റെ ചിത്രമുള്ള എംബ്ലം. നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി ഇങ്ക്സ്കേപ്പിൽ നിന്ന് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഈ ടൂളിൻ്റെ കംപ്ലീറ്റ് പേര് ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സസ് ആൻഡ് ആർക്സ് എന്നാണ്. ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഞാൻ ഈ ടൂൾ സെലക്ട് ചെയ്തു, ലൈറ്റ് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഞാനിവിടെ ഒരു സർക്കിള് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഗ്രീൻ കളർ സർക്കിൾ കിട്ടി. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സർക്കിൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്തു, ആ സർക്കിള് സെലക്ട് ചെയ്തു. എന്നിട്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് D ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ആൻഡ് D ആണ് ഡ്യൂപ്ലിക്കേറ്റ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ടൂള്. ഓക്കെ, ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അത് നേരത്തെയുള്ള സർക്കിളിൻ്റെ മേലെയാണുള്ളത്. ഒരേ കളറാണ്, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. രണ്ടാമത്തെ സർക്കിളിൻ്റെ കളറ് ഞാൻ മാറ്റുകയാണ്. ഒരു യെല്ലോ കളർ കൊടുത്തു. ഇപ്പോൾ ഇനി രണ്ടാമത്തെ സർക്കിൾ ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 2 സർക്കിൾ ഇവിടെ ഉണ്ട്. ഈ 2 സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 സർക്കിളും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 2 സർക്കിളും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഇൻ്റർസെക്ഷൻ പോർഷനാണ് വേണ്ടത്. അതിന് പാത്ത് എന്ന ഓപ്ഷൻ്റെ താഴെ ഇൻ്റർസെക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ലീഫ് പോലെയുള്ളൊരു ഭാഗം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഏകദേശം ഒരു ലീഫ് പോലെ ആക്കി കൊണ്ടുവരുവാണ്. ഓക്കെ,
ഇനി ഇതിൻ്റെ സ്റ്റെമ്മ് വേണം. സ്റ്റെമ്മ് വരയ്ക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് അടുത്ത ടൂളുണ്ട്, ഡ്രോ ബിസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ടൂൾ. ബി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഓക്കെ, ഞാൻ ഈ ടൂള് സെലക്ട് ചെയ്തു. നമുക്ക് തണ്ട് വരയ്ക്കാൻ തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. എവിടെ വരെയാണ് തണ്ട് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വരെ എത്തിയിട്ട് എൻ്റർ കീ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കീ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ, ഇതാ ഇവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റർ കീ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മൗസിൻ്റെ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഒരു ലൈൻ വരച്ചു. വീണ്ടും ഞാൻ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തു. ഇനി ആ ലൈൻ എനിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്യണം, അതിൻ്റെ വിഡ്ത്ത്. ഇവിടെ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഓക്കെ, ഇതാ ഈ വിധത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് എനിക്കൊന്നുകൂടെ വളച്ചെടുക്കണം. ഓക്കെ, അതിനു വേണ്ടി ഞാനിതാ രണ്ടാമത്തെ ടൂള് സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് പാത്സ് ബൈ നോഡ്സ് എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ആ ടൂള് സെലക്ട് ചെയ്തു. ഞാൻ ഈ ലൈനിൻ്റെ മേലെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാണ്. ഇനി എവിടെ നിന്നാണ് നമുക്ക് വളക്കേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കാണുന്നുണ്ടല്ലോ, എത്രയാണ് നിങ്ങൾക്ക് വളക്കേണ്ടതെന്ന് വെച്ചാൽ ആ വിധത്തിൽ ആ ഡിസ്റ്റൻസ് എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇവിടെ താഴെ എനിക്കൊന്ന് ഇത്തിരി വളക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഒന്ന് ഞാനൊന്ന് ടേൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ള ഒലീവ് ഇലയുടെ സ്റ്റെമ്മ് കിട്ടി. ഓക്കെ, ഇനി ഈ ലീഫ് ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് വിഡ്ത്തൊക്കെ ചെറുതാക്കി. ഇത് മതി. ഓക്കെ, ഇനി ഇത് ഞാൻ ഇതിൻ്റെ നടുക്ക് ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ എൻഡിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി ഇതുപോലെ രണ്ട് സൈഡിലും ഇലകൾ വേണം. അതിന് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ആ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ നീക്കി വെച്ചു. ഒന്ന് ടേൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ലീഫിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കത് ഒരു സിമ്പലൊന്ന് മാറിയത് കാണാൻ പറ്റും. ഇവിടെ ഈ സൈഡിൽ സിമ്പൽ മാറിയിട്ടുണ്ട്. ഈ മാറിയ സിമ്പലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിത് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുന്നു. കാണാൻ പറ്റും. ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് ടേൺ ചെയ്യേണ്ടത് ആ വിധത്തിൽ ഇത് ടേൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത്? മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ സെലക്ഷൻ ടൂൾ ഓപ്ഷൻ മാറ്റണം. ഇതാ ഇവിടെ വെച്ചു. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള വിധത്തിൽ ടേൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഒരു കോപ്പിയും കൂടെ വേണം ഇതിനെ താഴെ വെക്കാൻ വേണ്ടി. വീണ്ടും ഞാൻ കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്തു. ഇപ്പം നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഇതിൻ്റെ താഴെ എടുത്ത് വെച്ച് കൊടുക്കുന്നു. വീണ്ടും അതൊന്നും കൂടി ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ എയറോ വരില്ല. ഓക്കെ, ഇതാ ഇപ്പോൾ ആ എയറോ വന്നിട്ടുണ്ട്. ഈ എയറോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ വിധത്തിൽ വരും. ഓക്കെ, ഇതാ ഇനി അത് എടുത്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സൈഡിൽ ഇലകൾ കിട്ടി. ഇനി ഈ സൈഡിലും കൂടെ നമുക്ക് ഇലകൾ വേണം. അപ്പോൾ വീണ്ടും ഞാൻ ആ ടോപ്പിലുള്ള ലീഫിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്തു. ആ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഇതിന് നേരെ താഴ്ത്തി വെക്കുന്നു. ഇതെനിക്ക് മാറ്റണം ഇതിൻ്റെ ഡയറക്ഷൻ. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ എംബ്ലം വന്നിട്ടുണ്ട് ഇവിടെ. ഈ സിമ്പലിൻ്റെ അടുത്ത് ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു.
എനിക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ വിധത്തിൽ അതിനെ ഡ്രാഗ് ചെയ്ത് വെക്കാം. ഞാൻ ഇതിൻ്റെ നടുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സൈഡിലാക്കിയിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ്. ഓക്കെ, ഇനി ഒരു ലീഫും കൂടെ വേണം. വീണ്ടും ഞാൻ ഈ പുതിയ ലീഫിൻ്റെ സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, ഇതിൻ്റെ താഴെ വെക്കുന്നു. ഇതാ, അപ്പം നമുക്ക് ആവശ്യമുള്ള ലീഫായി. ഓക്കെ, അതിൻ്റെ സ്റ്റെമ്മ് ഞാനൊന്ന് നീളം കുറച്ച് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്തു, ഇതാ ഇത് മതി, ഇത്ര നീളം മതി. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് കിട്ടി. ഇനി ഇതെല്ലാം കൂടെ എനിക്കൊരു സിംഗിൾ ഗ്രൂപ്പ് ആക്കണം. ഓക്കെ, അപ്പോൾ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഈ വരച്ചിരിക്കുന്ന കംപ്ലീറ്റ് സംഗതി, സ്റ്റെമ്മ്, ലീഫ് എല്ലാം കൂടെ ഒരു ബോക്സിന് ഉള്ളിലായി സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഗ്രൂപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓബ്ജക്റ്റ് എന്നുള്ളതിൻ്റെ അണ്ടറിൽ ഗ്രൂപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പായി. ഇനി ഇതിൻ്റെ സൈസ് ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് സ്റ്റെം ആൻഡ് ലീഫിൻ്റെ സൈസ് കുറച്ച് നമുക്ക് ആവശ്യമുള്ള വിധത്തിൽ ഒരു ചെറിയ ഒലീവിലെ ആക്കി. ഓക്കെ, ഇനി എനിക്കിവിടെ നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്ന പ്രാവിൻ്റെ പിക്ചർ വേണം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ഫയൽ, ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ സ്കൂൾ റിസോഴ്സസ് ഫോൾഡർ ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇതിൽ ക്ലാസ് 10 എന്നുള്ള ഫോൾഡർ ഉണ്ട്, ഇതും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇവിടെ dow.svg എന്നുള്ള ഫയലുണ്ട്, അത് സെലക്ട് ചെയ്തു ഓപ്പൺ ചെയ്യുന്നു. svg ഇൻപുട്ട്, ഇവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഈ സ്ക്രീനിൽ നിന്ന് ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതാ ഇവിടെ നമുക്ക് ആവശ്യമുള്ള പ്രാവിൻ്റെ ചിത്രം കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ടേൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത് ഓബ്ജക്റ്റ് എന്നുള്ള മെനു ഓപ്ഷൻ്റെ താഴെയാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രാവിനെ ഹൊറിസോണ്ടലായിട്ട് ടേൺ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒലീവില എടുത്ത് പ്രാവിൻ്റെ കൊക്കിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസൈനിൽ തന്നിരിക്കുന്ന സർക്കിൾസ് വരക്കണം. സർക്കിൾസിൻ്റെ നമ്പർ ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു 5-6 സർക്കിൾസ് നിങ്ങളെ ഇഷ്ടമനുസരിച്ച് ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് തുടങ്ങി ഡാർക്ക് ഷെയ്ഡ് വരെ വരുന്ന വിധത്തിൽ ഗ്രൂപ്പ് ഓഫ് സർക്കിൾസ് വരക്കുക, കോൺസെൻട്രിക് സർക്കിൾസ്. ഓക്കെ, അപ്പം ഞാൻ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു. ഇതാ ഇവിടെ തന്നിരിക്കുന്ന കളർ പാലറ്റിൽ തന്നിരിക്കുന്ന റെഡിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡ് സെലക്ട് ചെയ്യുന്ന, ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനൊരു സർക്കിൾ ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണം. അപ്പോൾ അത് സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ സൈസ് കുറക്കുവാണ്. അതിനു മുന്നേ നമുക്ക് അടുത്ത ഷെയ്ഡ് കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്, നെക്സ്റ്റ് ഷെയ്ഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈസ് ലേശം ഒന്ന് കുറച്ച് കൊടുക്കുന്നു. വളരെ ചെറുതായിട്ട് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 സർക്കിൾ കാണാൻ പറ്റും. ഔട്ടർ സർക്കിളിന് ഏറ്റവും ലൈറ്റായിട്ടുള്ള കളറാണുള്ളത്, അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഡാർക്ക് കളർ. ഓക്കെ, ഇനി ആ ഉള്ളിലത്തെ സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അത് സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്തു, എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഇനി അടുത്ത ഷെയ്ഡ് ഞാൻ ഇതാണ് എടുക്കുന്നത്, അതിന് നെക്സ്റ്റ് കുറച്ചും കൂടെ ഡാർക്കായ ഷെയ്ഡ്. ഓക്കെ, ഇനി വീണ്ടും ഞാനതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും എടുത്തു, കൺട്രോൾ ഡി. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് എടുക്കുവാണ്, കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള റെഡ്. വീണ്ടും അതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കുന്നു.
ഓക്കെ. ഇനി വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കളറ് മാറ്റുക. ഓക്കെ. ഒന്നും കൂടെ ഞാനതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കുവാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് സർക്കിൾസ് ഉണ്ട്. നിങ്ങളിഷ്ടമനുസരിച്ച് ആ സർക്കിൾസിൻ്റെ നമ്പർ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. കളറ് ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്ക് കളറിലേക്ക് വരുന്ന വിധത്തിൽ അതിൻ്റെ ഷെയ്ഡ് മാറ്റി കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ഈ പ്രാവ് ഇതിൻ്റെ ഉള്ളിൽ, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരണം. അതുപോലെ ഈ ലീഫും. ഓക്കെ. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് എടുത്തു കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പ്രാവിനെ മാത്രം സെലക്ട് ചെയ്തു. പ്രാവിനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇപ്പോൾ പ്രാവ് കാണുന്നില്ല. ഞാനിവിടുന്ന് നമുക്കതിൻ്റെ ലെയർ മുന്നിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഓബ്ജക്റ്റ് റേസ് ടു ടോപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതാ ഇപ്പോൾ ഇവിടെ പ്രാവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. പ്രാവിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഇതാണ് പ്രാവ്. ആ പ്രാവിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. ഒന്ന് മൂവ് ചെയ്ത് വെച്ചുകൂടാ കറക്റ്റായിട്ട്. ഇപ്പോൾ പ്രാവിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഓക്കെ. അതിൻ്റെ ബോർഡർ കളറാണ് ബ്ലാക്ക്. ഓക്കെ. അപ്പോൾ ബോർഡർ കളർ മാത്രം മാറ്റാൻ വേണ്ടി ഞാൻ ഷിഫ്റ്റ് കീ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് വൈറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ? ആ പ്രാവിൻ്റെ ബോർഡർ കളറ് മാത്രം മാറി. ഓക്കെ. ഇനി എനിക്ക് പ്രാവിൻ്റെ കണ്ണിൻ്റെ കളറും മാറണം. ഓക്കെ. ആ പ്രാവ് മൊത്തമായിട്ടൊരു ഗ്രൂപ്പാണ്. അപ്പം അതിൽ നിന്ന് എനിക്ക് കണ്ണ് മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാനിത് അൺഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അതിൽ അൺഗ്രൂപ്പ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, അൺഗ്രൂപ്പ് ചെയ്തു. ഓക്കെ. അതിൻ്റെ കണ്ണ് സെപ്പറേറ്റ് ആക്കി, ബാക്കിയുള്ള ഭാഗം സെപ്പറേറ്റ് ആക്കി. ഓക്കെ. ഇനി ഞാനതിൻ്റെ കണ്ണ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാണ്. ഇവിടെ ബ്ലാക്ക് കളർ കണ്ണുണ്ട്. ഓക്കെ. ആ ബ്ലാക്ക് കളർ കണ്ണ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നിങ്ങൾ പുറത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുക, കാണാൻ പറ്റും വൈറ്റ് കളറായി കണ്ണ്. ഓക്കെ. അപ്പോൾ ആ പ്രാവിനെ വരച്ചിരിക്കുന്നത് വെള്ള കളർ കൊണ്ടാണ്, കണ്ണും വെള്ള കളറാണ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ. ഇനി ഞാൻ ഈ ഒലീവില ഇതിൻ്റെ ചുണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുന്നു. അതിവിടെ വിസിബിൾ അല്ല. വീണ്ടും ഞാനിത് റേസ് ടു ടോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കണം. ഓബ്ജക്റ്റ് റേസ് ടു ടോപ്പ്, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ. ഈ സ്റ്റെമ്മ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നാൽ അതിൻ്റെ ചുണ്ടിലത് വെച്ച പോലെ, അത് കൊത്തി വെച്ച പോലെ തന്നെ നമുക്ക് തോന്നും. ഓക്കെ. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുക. വീണ്ടും സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്യുക. ഈ ഹോൾ തിങ് സെലക്ട് ചെയ്യുക. എല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഓബ്ജക്റ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്, ഈ ലോഗോ കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പായി മാറി. ഓക്കെ. ഇനി ഇതിൻ്റെ നടുക്ക് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ കൊണ്ടുവെക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെ എംബ്ലം റെഡിയായി. നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ പോസ്റ്ററിൽ ആവശ്യമുള്ള 2 പ്രധാനപ്പെട്ട സംഗതികൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പോസ്റ്ററിൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 ടെക്സ്റ്റ് മെസ്സേജാണ്. ഓഗസ്റ്റ് 6 എന്നുള്ളത് യെല്ലോ കളറിലും ഹിരോഷിമ ഡേ എന്നുള്ളത് വൈറ്റ് കളറിലും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഓക്കെ. കണ്ടിന്യൂസ് ലൈനല്ല, ഡോട്ട് ലൈനാണ്. ഓക്കെ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ നിന്ന് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തു. ഇവിടെ ക്യാൻവാസിൽ ഡയറക്റ്റ് ഒരു ഹൊറിസോണ്ടൽ റെക്റ്റാങ്കിൾ വരച്ചു കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. നിംബസ് റോമൻ എന്ന് സെലക്ട് ചെയ്തു. സ്റ്റൈല് ബോൾഡ് എന്ന് സെലക്ട് ചെയ്തു. സൈസ് നമുക്ക് ഇത് ചെയ്തതിന് ശേഷം
ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഞാൻ ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. AUG 06. വീണ്ടും ഞാനത് സെലക്ട് ചെയ്യാണ്. സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തു, സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. കളർ ആവശ്യമുള്ള യെല്ലോ കളർ സെലക്ട് ചെയ്തു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. ഓക്കെ, ഇതിന് താഴെ ഹിരോഷിമ ഡേ എന്ന് വേണം. വീണ്ടും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തു, ഇതിന് താഴെ ഒരു ഹൊറിസോണ്ടൽ റെക്റ്റാങ്കിൾ വരച്ചു കൊടുത്തു. ഇവിടെ ഞാൻ ഹിരോഷിമ ഡേ എന്ന് ടൈപ്പ് ചെയ്തു. വീണ്ടും സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ കളറ് ഞാൻ തൽക്കാലം ഒരു മെറൂൺ കളർ സെലക്ട് ചെയ്തു. ഇവിടെ ഞാനിപ്പോൾ വൈറ്റ് കളർ കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്, അപ്പോൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് കാണില്ല. ഓക്കെ, ഇതിൻ്റെ കളർ നമുക്ക് ലാസ്റ്റ് മാറ്റാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 2 ടെക്സ്റ്റും കിട്ടി. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ലൈൻ വരക്കാൻ ഇവിടെ നമ്മൾ ബെസിയർ കർവ് ടൂളുണ്ട്, അത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്താൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. എവിടെ വരെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തിയാൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. പ്രോപ്പർട്ടീസിൽ സ്ട്രോക്ക് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ഇതിൻ്റെ സ്റ്റൈൽ തന്നിട്ടുണ്ട്, ഡാഷസ്. ആ പ്രോപ്പർട്ടീസ് ബോക്സ് നിന്ന് ഡാഷസ് എന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് മാറ്റിയിട്ട് ഡോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ആ ഡോട്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത് മാക്സിമം വാല്യൂ 10 കൊടുക്കുവാണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് വിൻഡോ ക്ലോസ് ചെയ്തു. ഇനി ഇതെടുത്ത് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഇടയിൽ വെക്കണം ഇവിടെ. ഓക്കെ, ഇതാണ് നമുക്ക് റിപ്പോർട്ടിൽ തന്നിരിക്കുന്ന ഫോമാറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ആവശ്യമുള്ള പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ കൊടുക്കണം. ബ്ലാക്ക് കളറാണ് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്യാൻവാസിൻ്റെ ബോർഡർ കാണാൻ പറ്റും. ആ ബോർഡർ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഒരു റെക്റ്റാങ്കിൾ വരക്കുക. ഇവിടെ 4 ഭാഗത്തുള്ള ബോർഡറും ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫിൽഡ് റെക്റ്റാങ്കിൾ വരച്ചു. ബ്ലാക്ക് കളറാണ് വേണ്ടത്, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വരച്ചതൊക്കെ ഇതിൻ്റെ പുറകിലായിപ്പോയി, അതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ മെനുവിൽ നിന്ന് ഓബ്ജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ലോവർ ടു ബോട്ടം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ വരച്ചതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇനി ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് മാറ്റണം. ഓക്കെ, ഇപ്പോൾ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തു. ഞാൻ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, ഹിരോഷിമ ഡേ. ഓക്കെ, അതെനിക്ക് വൈറ്റ് കളറിലാണ് വേണ്ടത്. ഇവിടുന്ന് ഞാൻ വൈറ്റ് കളർ കൊടുക്കുന്നു. ഏത് ഷെയ്ഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. നല്ല വൈറ്റ് വേണമെങ്കിൽ അത് ഏത് വൈറ്റാണ്. ഓക്കെ, ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള വൈറ്റാണ്. അപ്പം അത് വലുതാക്കി കൊടുക്കുക. നമ്മളെ ക്യാൻവാസുമെന്ന് റെക്റ്റാങ്കിൾ മൂവ് ചെയ്ത് പോകരുത്. മൂവ് ചെയ്ത് പോയാൽ അത് ഭംഗിയുണ്ടാവില്ല കാണാൻ. എല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്കെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കാം. ഇപ്പോൾ ഹിരോഷിമ ഡേ എന്ന് വന്നു. ഓക്കെ, നമ്മൾ ഈ ലൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറും ഞാൻ മാറ്റി വൈറ്റ് കളർ കൊടുക്കുന്നു. ഓക്കെ,
ഈ ടെക്സ്റ്റ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതിൻ്റെ അടുത്തായിട്ട് ഓക്കെ. ഇത് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ പോസ്റ്ററിൽ ആവശ്യമുള്ള എല്ലാ കോമ്പണൻസും ആയി. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്യാം. വേണ്ടി ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തു. ഇതിൻ്റെ പുറത്തെ ബോർഡറിലേ വരച്ചു. ഇത് കംപ്ലീറ്റ് എല്ലാ കോമ്പണൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വിധത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും എല്ലാ കോമ്പണൻസും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിനെ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കുവാണ്. ഓബ്ജക്റ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പാക്കി. ഇനി എനിക്കിതിനെ വലുതാക്കുമോ ചെറുതാക്കുമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ചെറുതാക്കുമ്പോൾ ഇത് ഒരുമിച്ചെല്ലാം കൂടെ ചെറുതാവും. ഓക്കെ. അല്ല വലുതാക്കണം എന്ന് വെച്ചാൽ അതുപോലെ എനിക്ക് വലുതാക്കാൻ പറ്റും. ഇതിപ്പോൾ ഹോൾ തിങ് ഒരു ഗ്രൂപ്പായി. ഇനി നമുക്ക് ഈ പോസ്റ്റർ സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് ഹോം ഫോൾഡറിലാണ് എനിക്ക് സേവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹോം ഫോൾഡർ സെലക്ട് ചെയ്തു. ഇവിടെ chapter 1_ activity 1.svg എന്ന പേര് കൊടുത്തു. സേവ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. സേവായി. ഇനി എനിക്കിത് എക്സ്പോർട്ട് ചെയ്യണം. ഈ പോസ്റ്റർ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫയൽ ഓപ്ഷൻ സെലക്ട് ചെയ്തു. എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ 4 ടാബ് ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ മൂന്നാമത്തെ ടാബ് ഓപ്ഷൻ സെലക്ഷൻ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം എക്സ്പോർട്ട് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എനിക്കിത് ഹോം ഫോൾഡറിലാണ് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോം ഫോൾഡർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ആവശ്യമുള്ള പേര് കൊടുക്കുക. നമ്മളെ ഫയലിൻ്റെ പേര് chapter 1 activity 1.png കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. നമ്മളെ ഫയൽ എക്സ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫോൾഡർ ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ ഹോം ഫോൾഡറിൽ chapter 1_ activity 1.svg ഇതാണ് നമ്മളെ ഒറിജിനൽ ഫയൽ. chapter 1_ activity 1.png എന്നുള്ളതാണ് നമ്മളെ എക്സ്പോർട്ടഡ് ഫയൽ. ഈ എക്സ്പോർട്ടഡ് ഫയൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മളെ പോസ്റ്റർ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ യൂട്യൂബ് ലിങ്കിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാലേ അടുത്ത ക്ലാസ് കൂടുതൽ ഭംഗിയായി ചെയ്യാൻ കഴിയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ യൂട്യൂബ് ചാനൽ. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.